നമസ്കാരം. റീവാലുവേഷനുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് പേര് നിരവധി സംശയങ്ങളുമായി വന്നിട്ടുണ്ട്. റീവാലുവേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി ഈ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ രണ്ട് വീഡിയോയും കൂടെ ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ റീവാലുവേഷൻ്റെ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം കൂടി ചെയ്തു കഴിയുമ്പോൾ അതിലൂടെ മുഴുവൻ സംശയങ്ങളും എല്ലാവരുടെയും ക്ലിയർ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ റീവാലുവേഷൻ പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കറിയാം റീവാലുവേഷൻ മാത്രം എടുക്കുക. ഫോട്ടോസ്റ്റാറ്റും സ്ക്രൂട്ടിനിയും സൂക്ഷ്മ പരിശോധനയും ഞാൻ എടുക്കുന്നില്ല. റീവാലുവേഷന് ഒരു പേപ്പറിന് 400 രൂപയാണ്. നമുക്കറിയാം മെയ് 12 മുതൽ മെയ് 17 4 മണി വരെയാണ് ഓൺലൈൻ അപേക്ഷിക്കാനുള്ള സമയം. മെയ് 12 മുതൽ മെയ് 17 വരെ, 17 4 മണി വരെയാണ് റീവാലുവേഷൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പം നാളെ 12 തന്നെ ചെയ്യണമെന്നില്ല. 13 14 നമുക്ക് സൗകര്യമുള്ള ഡേറ്റിൽ നമ്മൾ ഏതിനൊക്കെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെയ്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എല്ലാം ഇങ്ങനെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കൊടുക്കുക. പൈസയും വേണമല്ലോ, 400 രൂപ ഒരു പേപ്പറിന് 400 രൂപ വേണം. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്യാഷ് നഷ്ടപ്പെട്ടു പോകും. ഗ്രേഡ് കുറയുമോ എന്നുള്ള സംശയമാണ് പലർക്കും ഉള്ളത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. നിലവിലുള്ള ഗ്രേഡിൽ ഒരു കുറവും വരില്ല എന്ന കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് തോന്നണം അത് ഇത്ര പോരാ മാർക്ക് അല്ലെ ഗ്രേഡ് കുറച്ചുകൂടി കിട്ടണം എന്ന് തോന്നി മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. എല്ലാത്തിനും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നാൽ എല്ലാത്തിനും കൊടുക്കാമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുകയും ചെയ്യാം. എന്നാൽ ഇതിലുള്ള ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ചിലര് നമ്മൾ ആ വിഷയത്തിന് കൊടുത്താൽ കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർ കൊടുക്കാതിരുന്നാൽ അത് എന്നും ഒരു മനസ്സിനൊരു വിഷമമായിരിക്കും. അയ്യോ, കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അതിൽ അടുത്ത ഗ്രേഡ് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, A+ കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ റീവാലുവേഷന് കൊടുക്കുന്നത്. നമ്മൾ നിലവിലുള്ള ഗ്രേഡിൽ നിന്ന് ഒരു കയറ്റം, അത് അടുത്ത ഗ്രേഡ്. ഇപ്പോൾ ബി ഗ്രേഡ് ആണെങ്കിൽ B+ലേക്കുള്ള കയറ്റം ആഗ്രഹിക്കുന്നു, D+ ആണെങ്കിൽ സിയിലേക്കുള്ള കയറ്റം ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ തൊട്ടടുത്ത ഗ്രേഡിലേക്കെങ്കിലും ഒരു കയറ്റം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ റീവാലുവേഷന് കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏത് ഗ്രേഡിലുള്ളവർക്കും റീവാലുവേഷന് കൊടുക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രേഡിൽ ചേഞ്ച് വന്നാൽ, ഒരു ചാട്ടം കിട്ടിയാൽ, ഇപ്പോൾ D+ നിന്ന് സിയിലേക്ക് കയറി, നമുക്ക് ആ 400 രൂപ തിരിച്ചു കിട്ടും. 400 രൂപ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ, സ്കൂളിലാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്, ആ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഫീസ് തിരികെയും കിട്ടും. അപ്പൊ നമുക്കറിയാം 400 രൂപ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഒരു പേപ്പറിന് അക്ഷയയിലോ കമ്പ്യൂട്ടർ സെന്ററുകളിലോ പ്രിന്റർ ഉള്ള സ്ഥലത്ത് പോയി ഓൺലൈൻ ചെയ്ത്, അവിടുന്ന് ഓൺലൈൻ ചെയ്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത്, ആ പ്രിന്റ് ഔട്ടും ചില സ്കൂളുകാർ SLCയുടെ പ്രിന്റ് ഔട്ടും ചോദിക്കും, അത് രണ്ടും കൂടി സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്ത് 400 രൂപ ഒരു പേപ്പറിന് സ്കൂളിൽ അടച്ച്, ഇപ്പൊ 3 പേപ്പറിന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 1200 രൂപ നമ്മൾ അടയ്ക്കണം. അടച്ചു കഴിയുന്നതോടുകൂടി മാത്രമേ ഈ അപേക്ഷ സമർപ്പണം പൂർണ്ണമാകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരും തന്നെ ഓൺലൈൻ അപേക്ഷിച്ചതിന് ശേഷം വീട്ടിൽ പോകരുത്. ബന്ധപ്പെട്ട സ്കൂളിൽ വന്ന് അതിന്റെ ഫീസ് കൂടി അടയ്ക്കുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകുന്നുള്ളൂ. ഇനി ഞാൻ റീവാലുവേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം. നമുക്കറിയാം റീവാലുവേഷന്റെ നമ്പറുകൾ പരീക്ഷാ ഭവനിൽ നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ ഭവനിൽ നിന്ന് ഏതൊക്കെ രജിസ്റ്റർ നമ്പറിലുള്ള പേപ്പറുകളാണ് റീവാലുവേഷൻ നടത്തുന്നതെന്ന് ഈ പേപ്പർ നോക്കിയ സെന്ററിലേക്ക് അയച്ചു കൊടുക്കും. ആ സെന്ററിൽ ഏകദേശം സ്ട്രോങ് റൂമിൽ ഏകദേശം ഒരു 1.25 ലക്ഷം 1.5 ലക്ഷം പേപ്പറുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. നമ്മളുടെ ഉത്തര പേപ്പറുകൾ നോക്കിയതിന് ശേഷം വളരെ സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ പേപ്പറിൽ നിന്ന് ഈ റീവാലുവേഷൻ, നമുക്കറിയാം 1.5 ലക്ഷം പേപ്പർ റീവാലുവേഷൻ ഉള്ള സ്കൂളിൽ ശരാശരി ഒരു 10,000-ൽ താഴെ കുട്ടികൾ മാത്രമേ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് 2000 ഉണ്ടാവുള്ളൂ, ചില വിഷയങ്ങൾക്ക് 5000 ഉണ്ടാവും, ചില വിഷയങ്ങൾക്ക് 8000 ഉണ്ടാവും. ആ പേപ്പറുകൾ ഈ 1.5 ലക്ഷം പേപ്പറിൽ നിന്ന് ആദ്യം അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടിക്രമം. ഇനി
അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഫോട്ടോസ്റ്റാറ്റും സ്ക്രൂട്ടിനിയും നടത്തുക എന്നുള്ളതാണ്. ആ ഉത്തര പേപ്പറുകളുടെ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഉത്തര പേപ്പറുകൾ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് കേട്ടോ. ആ പേപ്പറുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. സൂക്ഷ്മ പരിശോധന നടത്തേണ്ട പേപ്പറുകള് സൂക്ഷ്മ പരിശോധനയും നടത്തും. അതിനുശേഷം ഉള്ള നടപടിക്രമം ഞാൻ പറയുന്നത് റീവാലുവേഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ പേപ്പർ കുട്ടികൾക്കറിയാം, കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയ ഫസ്റ്റ് പേപ്പർ, ആ ഒന്നാമത്തെ ഷീറ്റ് അവിടെ നിന്ന് കീറി മാറ്റും. ആ കീറി മാറ്റുന്നിടത്താണ്, അതിലാണ് ഓരോ കോളത്തിലും മാർക്ക് പേന കൊണ്ട് എഴുതിയിട്ടുള്ളത്. ആ പേപ്പർ കീറി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതും. നിലവിലുള്ള എല്ലാ മാർക്കുകളും മായ്ച്ചു കളയും. നിലവിൽ നമ്മൾ അധ്യാപകര് നോക്കിക്കഴിഞ്ഞ പേപ്പറുകളാണല്ലോ ഇത്. ആ പേപ്പർ നോക്കിയത് എങ്ങനെയായിരുന്നു? പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഉള്ള ആ നോക്കിയതിന് ശേഷം നേരത്തെ ഇട്ടിരിക്കുന്ന മാർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പേപ്പറിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പോൾ അങ്ങനെ പേപ്പറിൽ നിന്ന് മാർക്ക് മായ്ച്ചതിന് ശേഷമുള്ള പേപ്പറാണ് റീവാലുവേഷന് കൊടുക്കുന്നത്. എന്തിനാണ് മാർക്ക് മായ്ക്കുന്നത്? അതാണ് നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം. മാർക്ക് മായ്ക്കുന്നത് നേരത്തെ ഒരു അധ്യാപകൻ ഒരു ഉത്തരത്തിനിട്ട മാർക്ക് രണ്ടാമതൊരു അധ്യാപകൻ റീവാലുവേഷന് ചെയ്യുന്ന അധ്യാപകൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാർക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത ഈ അധ്യാപകന് ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മാർക്കുകളൊക്കെ മായ്ച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉത്തര പേപ്പർ ഈ അധ്യാപകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മായ്ച്ച് കളഞ്ഞ് അതിന് ശേഷമാണ്. അതുകൊണ്ട് എന്ത് പറ്റില്ല, നേരത്തെ ഇട്ട മാർക്ക് ഈ റീവാലുവേഷൻ നടത്തുന്ന അധ്യാപകന് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി റീവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഉത്തര പേപ്പറിൽ റീവാലുവേഷൻ നടത്തുന്ന ഒരു ഉത്തര പേപ്പർ രണ്ട് അധ്യാപകരും നോക്കും. അപ്പൊ രണ്ട് അധ്യാപകരും നോക്കുമ്പോൾ ഈ പേപ്പറിലല്ല മാർക്ക് ഇടുന്നത്. ഒരു കുട്ടിക്ക് ഒരു മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ക്രമനമ്പർ ഇട്ടിരിക്കുന്ന മാർക്ക് ലിസ്റ്റാണ്. അപ്പൊ ഒന്നിന് നേരെ, അപ്പൊ 1, 2, 3, 4, 5 എന്ന് പറയുന്ന കുറെ ക്രമനമ്പറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഒന്നിന് നേരെ ഉത്തര പേപ്പറിൽ നോക്കിയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിന് കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ആ ഒന്നാമത്തെ നമ്പർ ഇട്ട കോളത്തിൽ എടുത്തെഴുതും. പേപ്പറിൽ, ഉത്തര പേപ്പറിൽ റീവാലുവേഷൻ നടത്തുമ്പോൾ മാർക്ക് ഇടുന്നതല്ല. അതിന്റെ കാരണം ഇതാണ്, ഒരാൾ നോക്കിയിട്ട് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും മറ്റേയാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് വായിക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ അദ്ദേഹം ഇട്ടു പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആദ്യത്തെ ആള് ഇത്തരത്തില് മാർക്ക് ലിസ്റ്റിലാണ്, ഉത്തര പേപ്പറിലല്ല മാർക്ക് ഇടുന്നത്, മാർക്ക് ലിസ്റ്റിലാണ് മാർക്ക് ഇടുന്നത്. ഇത്തരത്തിൽ 2 കളറുള്ള മാർക്ക് ലിസ്റ്റ് ആണ് കൊടുക്കുക. സാധാരണഗതിയിൽ റോസ് കളറും മഞ്ഞ കളറുമുള്ള, അല്ലെ നീല കളറിന് രണ്ട് കളർ. ഇപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കണ്ടത് റോസ് കളറും മഞ്ഞ കളറും. ഒരധ്യാപകൻ റോസ് കളറിലുള്ള മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. രണ്ടാമത്തെ അധ്യാപകൻ മഞ്ഞ കളറിൽ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഈ 2 പേര് തമ്മിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യുമ്പോൾ, അതിന് മുന്നേ പറയട്ടെ, ഈ ഉത്തര പേപ്പറുകളൊക്കെ മാർക്കുകൾ മായ്ച്ചതിന് ശേഷം വലിയ വിഷയങ്ങൾ 12 എണ്ണവും ചെറിയ വിഷയങ്ങൾ 18 എണ്ണവുമുള്ള കവറുകളാക്കി മാറ്റും. വലിയ വിഷയം എന്ന് പറഞ്ഞാൽ SS, മാത്സ്, ഇംഗ്ലീഷ് വിഷയങ്ങള് 12 പേപ്പറുള്ള കവറുകളാക്കി മാറ്റും. മറ്റു വിഷയങ്ങള് 18 പേപ്പറുള്ള കവറുകളാക്കി മാറ്റിയിട്ടാണ് ഈ റീവാല്യൂ ചെയ്യാൻ അധ്യാപകർക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിള്, ആദ്യത്തെ അധ്യാപകൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു പേപ്പർ 2 അധ്യാപകർ നോക്കും. ആ കവറ് ആദ്യത്തെ അധ്യാപകൻ മുഴുവനും അത് റോസ് കളറുള്ള മാർക്ക് ലിസ്റ്റിൽ എഴുതി. അങ്ങനെ മാർക്ക് ലിസ്റ്റില് പേപ്പർ നോക്കിക്കഴിഞ്ഞു. ആ മാർക്ക് ലിസ്റ്റ് അവരെടുത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ രാവിലെ അവർ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു റൂമില് മറ്റ് ഒരു അധ്യാപകന് ഈ കെട്ട് വീണ്ടും കൊടുക്കും, രണ്ടാമത് നോക്കാൻ വേണ്ടി. അങ്ങനെ രണ്ടാമത് നോക്കുന്ന ആ അധ്യാപകൻ മഞ്ഞ കളറിലുള്ള മാർക്ക് ലിസ്റ്റിലാണ് മാർക്ക് എഴുതുന്നത്. അപ്പോ നോക്കുക,
ഒരു കുട്ടിയുടെ ഉത്തര പേപ്പർ റീവാല്യൂ ചെയ്തപ്പോൾ ഒരു റോസ് കളറിലുള്ള മാർക്ക് ലിസ്റ്റ് കിട്ടി, ഒരു മഞ്ഞ കളറിലുള്ള മാർക്ക് ലിസ്റ്റും കിട്ടി. ഇതിന്റെ അർത്ഥം എന്താ? റോസ് കളറിലുള്ളത് ഒരു അധ്യാപകൻ റീവാല്യൂ ചെയ്ത മാർക്കാണ്, മഞ്ഞ കളറിലുള്ളത് രണ്ടാമത്തെ അധ്യാപകൻ റീവാല്യൂ ചെയ്ത മാർക്കാണ്. ഈ രണ്ടു പേരും നോക്കിയതിന് ശേഷം ഈ രണ്ടു പേരും തമ്മിൽ ഈ മാർക്ക് ലിസ്റ്റിൽ എന്തൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ? ക്വസ്റ്റ്യൻ നമ്പറും മാർക്കും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മേലെ രജിസ്റ്റർ നമ്പറും ഉണ്ടാവും കുട്ടിയുടെ. ഈ ഒന്നാമത്തെ അധ്യാപകനും രണ്ടാമത്തെ അധ്യാപകനും നോക്കിയതിന് ശേഷം ഈ മാർക്കുകൾ തമ്മിൽ 10% കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണല്ലോ. 10% കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ റൂമിലുള്ള ചീഫ് ആയിട്ടുള്ള അധ്യാപകൻ വെള്ള മാർക്ക് ലിസ്റ്റിൽ മൂന്നാമതൊരു നോട്ടം കൂടി നോക്കും. അപ്പൊ രണ്ട് അധ്യാപകർ നോക്കിയപ്പോൾ 10% കൂടുതൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ, ഈ ചീഫ് ആയിട്ടുള്ള അധ്യാപകനും ആ പേപ്പർ നോക്കും. അപ്പൊ 3 മാർക്ക് ലിസ്റ്റായി. സാധാരണഗതിയിൽ 2 മാർക്ക് ലിസ്റ്റ് അല്ല, വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണെങ്കിൽ മൂന്നാമത്തെ മാർക്ക് ലിസ്റ്റും ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. ഇനി മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ പേപ്പർ നോക്കുമ്പോൾ റൗണ്ട് ചെയ്യുന്നില്ല. റീവാല്യുവേഷനിൽ റൗണ്ടിങ് ഇല്ല. അതായത് 33.5 കിട്ടിയാൽ 33.5 തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അതേസമയം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വാല്യുവേഷനിൽ 33.5 കിട്ടിയാൽ 34 ആയിട്ട് റൗണ്ട് ചെയ്തിട്ടാ പോവുക. ഇത്തരത്തിൽ റീവാല്യുവേഷനിൽ റൗണ്ടിങ് ഇല്ല. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ മൂല്യനിർണ്ണയം നടത്തിയ, വാല്യുവേഷൻ നടത്തിയ അധ്യാപകരുടെ കൂട്ടം തന്നെയാണ് ഈ റീവാല്യുവേഷൻ നടത്തുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, അവർക്കാണ് ഇതിന്റെ ഉത്തരങ്ങൾ വളരെ നന്നായിട്ട് അറിയുന്നത്. കാരണം ഉത്തരങ്ങളുമായിട്ട് അവർ നല്ല ടച്ച് ആയിട്ടുണ്ട് നേരത്തെ വാല്യുവേഷൻ നടത്തിയപ്പോൾ. എന്നാൽ ഈ റീവാല്യുവേഷൻ നടത്തിയ ഒരാള് വാല്യുവേഷൻ നടത്തിയ അധ്യാപകനായിരിക്കില്ല റീവാല്യുവേഷൻ നടത്താൻ വേണ്ടി പേപ്പർ കിട്ടുന്നത്. അവര് വേറൊരാളുടെ പേപ്പർ ആയിരിക്കും കിട്ടുക. വാല്യുവേഷൻ നടത്തിയ ആളും റീവാല്യുവേഷൻ നടത്തുന്ന ആളും ഒരാൾ തന്നെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയല്ല, വാല്യുവേഷൻ നടത്തുന്ന ആളല്ല റീവാല്യുവേഷനിൽ ആ പേപ്പർ കിട്ടുന്ന ആ അധ്യാപകർ തമ്മിൽ മാറ്റമുണ്ടാവും. ഇനി മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 പേര് അല്ലെങ്കിൽ 3 പേരാണ് അധ്യാപകരാണ് ഒരു ഉത്തര പേപ്പർ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉത്തര പേപ്പറുകൾ മാർക്ക് ലിസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് IT സെക്ഷനിലേക്ക് പോകും. അതായത് ഡാറ്റകൾ എൻട്രി ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ വെച്ചിരിക്കുന്ന IT റൂമിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു കുട്ടിക്ക് എന്താണ് 2 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. 2 മാർക്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് 2 കളറിലേക്ക്. അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ കളറുള്ള മാർക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. 2 കളർ ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലായി 2 അധ്യാപകർ നോക്കിക്കഴിഞ്ഞു എന്ന്. ആ 2 മാർക്ക് ലിസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സിസ്റ്റം വഴി പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. 2 മാർക്കുകളും അപ്ലോഡ് ചെയ്യും. അങ്ങനെ അല്ലെ 3 മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ 3 മാർക്കുകളും അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു? സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അതിനനുസരിച്ച് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത് സിസ്റ്റം ഇതിന്റെ ശരാശരി എടുക്കും. ഒന്നാമത്തെ അധ്യാപകനും രണ്ടാമത്തെ അധ്യാപകനും നോക്കിയ പേപ്പറുകളുടെ മാർക്കിന്റെ ശരാശരി മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയും. അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കാര്യം മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. അപൂർവം ചിലർക്ക് 3 മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അത് ഇവര് തമ്മിൽ ഉള്ള വ്യത്യാസം 10% കൂടുതലാണ്. 10% എന്ന് പറഞ്ഞാൽ എത്ര? 40 മാർക്കിന് പേപ്പർ ആണെങ്കിൽ 4 മാർക്കിൽ കൂടുതലാണ് 2 അധ്യാപകർ തമ്മിലുള്ള വ്യത്യാസമെങ്കിൽ മൂന്നാമത്തത് അത് ചീഫ് അഡീഷണൽ ചീഫ് എന്ന് പറയുന്ന ആ റൂമിലെ ചീഫ് ആയിട്ടുള്ള അധ്യാപകൻ കൂടി നോക്കും. 2 പേര് തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ പറയുന്നത്. മറ്റേ മാർക്കുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് അറിയില്ലല്ലോ. നേരത്തെയുള്ള മാർക്കുമായുള്ള വ്യത്യാസമല്ല. കാരണം നേരത്തെയുള്ള മാർക്ക് എത്രയാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റുകൾ കമ്പ്യൂട്ടർ വഴിക്ക് നമ്മൾ IT റൂമിൽ
അപ്ലോഡ് ചെയ്ത് ഡാറ്റകൾ എൻട്രി ചെയ്യാൻ അവിടെ അധ്യാപകരുണ്ട്. ആ അധ്യാപകർ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയും നേരത്തെ ഉണ്ടായിരുന്ന കിട്ടിയിരുന്ന മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കുകൾ, ഗ്രേഡ് മാറാൻ തക്കമുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഗ്രേഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അതിനേക്കാൾ കുറവ് മാർക്കാണ് കിട്ടിയതെങ്കിൽ ഗ്രേഡ് മാറാതെ ഇരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറവ് മാർക്കാണ് കിട്ടിയതെങ്കിൽ നേരത്തെയുള്ള ഗ്രേഡിന് ഒരു കോട്ടവും പറ്റില്ല, ഗ്രേഡ് മാറാതെ ഇരിക്കും. അപ്പൊ ഇത്രയുമാണ് അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ മാർക്കുകളൊക്കെ തന്നെ അതാത് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. പ്രധാനമായിട്ടും 3 ദിവസം കൊണ്ട് റീവാലുവേഷൻ കഴിയും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പേപ്പർ വായിക്കുന്നു, പേപ്പറിന്റെ നമ്പറുകൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, സെന്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ, വാല്യുവേഷൻ സെന്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്തിട്ട് ഫ്രണ്ട് പേപ്പർ കീറി മാറ്റുന്നു, മാർക്കുകൾ മുഴുവൻ മായ്ക്കുന്നു. ഒരു ഉത്തര പേപ്പർ 2 or 3 അധ്യാപകര് വീണ്ടും 1 തൊട്ട് നോക്കുന്നു, വീണ്ടും പരിശോധിക്കുകയാണ്. സൂക്ഷ്മ പരിശോധനയൊന്നുമല്ല, നേരത്തെ ഇട്ട് ശരിയാണോ ഒന്നുമല്ല നോക്കുന്നത്. വീണ്ടും മാർക്കുകൾ ഇട്ട് ആ മാർക്കുകൾ ഡാറ്റ എൻട്രി വഴി പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രോസസ്സ് പൂർത്തിയാകുന്നത്. ഇതിന് 3 or 4 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 70 സെന്ററുകളിൽ വെച്ചും ഈ പ്രക്രിയകൾ അവസാനിക്കും. ഓർമ്മിക്കുക, ഒരു പേപ്പർ, നിങ്ങൾ ഒരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് റീവാലുവേഷനിൽ കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുണ്ടാവും. അത്ര സസൂക്ഷ്മമായി പരിശോധിക്കും. ഉത്തരങ്ങൾ കൃത്യമായ വാല്യൂ പോയിന്റ്സിനൊക്കെ മാർക്കുകൾ ഇട്ട് തന്നെയാണ് അവര് ഈ വാല്യുവേഷൻ നടത്തുന്നത്. ഇത്രയുമാണ് അതിനെ സംബന്ധിച്ച്, വാല്യുവേഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓരോ ദിവസവും നോക്കുന്ന റീവാല്യൂ ചെയ്യുന്ന പേപ്പറുകളുടെ മാർക്കുകൾ അതാത് ദിവസം തന്നെ നമ്മൾ സെന്ററുകളിൽ നിന്ന് പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വൈകിട്ട് ഒരു 6 മണിക്ക് മുന്നേ പേപ്പർ നോട്ടവും കഴിയും. ഓരോ ദിവസവും അന്നത്തെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സും കഴിയും എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ നടപടിക്രമങ്ങളൊക്കെ ഇത് നമ്മളൊന്ന് അറിയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റീവാല്യുവേഷൻ കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും കൂടുതൽ ഗ്രേഡ് അപ്ഗ്രേഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അക്കാഡമിക് ആയിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ പുതുതായിട്ട് വരും. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.